ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന ഡോക്യുമെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷനാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. 2000 നവംബർ 15 ഹേഗിൽ വെച്ച് നടന്ന കോൺഫറൻസിൻ്റെ റിസൾട്ടായ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇംഗ്ലീഷിൽ ചെയ്തിരുന്നു. റിലേറ്റഡ് വീഡിയോസിനെ പ്ലേലിസ്റ്റുകളാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇൻഡിജിനസ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. പല കാരണങ്ങൾക്കായി പലരും ഇതിനെ പലതായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡെഫിനിഷൻസിൽ സമാനതകളേറെ ഉണ്ടെങ്കിലും ഡീറ്റെയിൽസ് വ്യത്യസ്തമാകാം. ഇവിടെ നിങ്ങൾക്ക് ആ വാക്കിന് വേൾഡ് ബാങ്ക് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ കാണാം. ഇത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് അങ്ങനെ തന്നെ കോട്ട് ചെയ്തതാണ്. Indigenous people are distinct social and cultural groups that share collective ancestral ties to the lands and natural resources where they live, occupy, or from which they have been displaced. The land and natural resources on which they depend are inextricably linked to their identities, cultures, livelihoods, as well as their physical and spiritual well-being. എന്നുവെച്ചാൽ തങ്ങൾ തലമുറകളായി താമസിക്കുന്ന നാടും അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഗ്രൂപ്പ്സാണ് ഇവർ. കൂടാതെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ലാൻഡും നാച്ചുറൽ റിസോഴ്സസും അവരുടെ ഐഡൻറ്റിറ്റി, കൾച്ചർ, ലൈവ്ലിഹുഡ്, ഫിസിക്കൽ വെൽബീയിങ് ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവർ. അവർ ഡിസ്പ്ലേസ്ഡ് ആയവരോ പൂർവികരുടെ നാട്ടിൽ തന്നെ കഴിയുന്നവരോ ആകാം. അടുത്തതായി നമുക്ക് ഇൻഡിജിനസ് എന്ന വാക്കിന് UN നൽകിയിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. ഇൻഡിജിനസ് എന്ന് സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്നവരായിരിക്കണം. ആ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആ വ്യക്തികളെ അവരുടെ ഭാഗമെന്ന് അക്സെപ്റ്റും ചെയ്യണം. പ്രീ കൊളോണിയൽ അല്ലെങ്കിൽ പ്രീ സെറ്റിലർ സൊസൈറ്റീസിന്റെ ഭാഗമായിരിക്കണം. ഇൻ ദ സെൻസ് ലോങ് ഹിസ്റ്ററി ഉണ്ടാകണം. അവരുടെ പ്രദേശവും പ്രകൃതിയുമായി ശക്തമായ കണക്ഷൻസ് ഉണ്ടാകണം. അവർക്ക് അവരുടേതായ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഉണ്ടാകണം. കൂടാതെ സ്വന്തമായ ഭാഷ, വിശ്വാസങ്ങൾ, കൾച്ചർ എന്നിവയും ഉണ്ടാകണം. സൊസൈറ്റിയിലെ മൈനോറിറ്റി ആയിരിക്കണം. എല്ലാത്തിനുമുപരി പാരമ്പര്യത്തെ നിലനിർത്താനും വ്യത്യസ്തരായി തുടരാനും തീരുമാനമെടുത്തവരുമായിരിക്കണം. ഇനി ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ, സ്റ്റീരിയോ ടൈപ്സിലൂടെ മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു ഇവർ. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനോ പാർട്ടിസിപ്പേഷനോ അവർക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. എക്കണോമിക്കലി മാർജിനലൈസ്ഡ് ആയതിനാൽ പോവേർട്ടിയിൽ കഴിയുന്നവരാണ് ഇവരിൽ ഏറെയും. ആക്സസിബിലിറ്റി ടു സോഷ്യൽ സർവീസസ് ഇല്ല എന്ന് മാത്രമല്ല, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നവരുമാണ്. പരമ്പരകളായി താമസിക്കുന്ന നാടിൻ്റെയും പ്രകൃതിയുടെയും അവകാശം, ഐഡൻറ്റിറ്റി ഇവയെല്ലാം എന്നെങ്കിലും റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഇവിടെ നിങ്ങൾക്ക് അക്രോസ് ദ ഗ്ലോബ് ഇൻഡിജിനസ് എന്ന് പൊതുവെ പറയപ്പെടുന്ന സൊസൈറ്റീസിന്റെ എക്സാമ്പിൾസ് കാണാം. അബോറിജിനൽസ് എന്ന് പറയപ്പെടുന്നത് ഓസ്ട്രേലിയയിലുണ്ടായിരുന്ന ഒറിജിനൽ നേറ്റീവ്സ്. ഇന്ന് അവർ അവിടെ ഒരു മൈനോറിറ്റി മാത്രമാണ്. ഇനുയറ്റ്, ആർട്ടിക്കിലെ, ടൂപ്പി, ആമസോണിലെ, ലക്കോട്ട വൺ ഓഫ് ദ നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സ് ആണ്. പിന്നെ ആദിവാസികൾ എന്നത് ഇന്ത്യയിലെ ഇൻഡിജിനസ് ആൾക്കാരെ കളക്റ്റീവായി പറയുന്ന പേരാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് UNDP അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഗോൾസ് എന്താണ് എന്ന് കാണാം. UNDP UN-ൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ SDGs അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഗോൾസ് ചുരുക്കി പറയുകയാണെങ്കിൽ ലോകത്തിൻ്റെ ബെറ്റർമെൻറ്റിനായി പ്രവർത്തിക്കുക എന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് COP എന്താണ് എന്ന് കാണാം. കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ്. അത് UNFCCCയുടെ മെയിൻ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. UNFCCC എന്നത് UNDPയുടെ ക്ലൈമറ്റ് ചേഞ്ചിൽ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്ന വിഭാഗമാണ്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇനി ഡിക്ലറേഷൻ ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന ആ ഡോക്യുമെന്റ് UNFCCCയുടെ ഒരു കൺവെൻഷനിൽ വെച്ച് രൂപപ്പെട്ടതാണ്. ആ ഡോക്യുമെന്റിന്റെ കണ്ടന്റിനെ കുറിച്ചുള്ള വീഡിയോ നെക്സ്റ്റ് വീക്കിൽ ഉണ്ടായിരിക്കും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.